എസ്തേറുടെ ധൈര്യം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വാസം. ബൈബിളിലെ ഏറ്റവും പ്രചോദനാത്മകമായ ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദൈവിക ലക്ഷ്യത്തിൻ്റെയും കഥകളിൽ ഒന്നാണ് എസ്തേർ. യുവതിയായ ഒരു യഹൂദ സ്ത്രീയായ എസ്തേർ പ്രവാസ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ പേർഷ്യയുടെ രാജ്ഞിയായി. ആദ്യം അത് അനുഗ്രഹമായി തോന്നിയെങ്കിലും ഉടൻ തന്നെ അവൾക്ക് മനസ്സിലായി ദൈവം അവളെ അവിടെ വച്ചത് വലിയൊരു ഉദ്ദേശത്തോടെയാണെന്ന്. ആ കാലത്ത് ഹാമാൻ എന്ന ദുഷ്ട ഉദ്യോഗസ്ഥൻ എല്ലാ യഹൂദരെയും ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന നടത്തി. എസ്തേറിന്റെ ചേട്ടച്ചൻ മൊർദെഖായി ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ രാജാവിനോട് സംസാരിച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എസ്തേറോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. രാജാവിൻ്റെ വിളിയില്ലാതെ മുന്നിൽ വരുന്നത് മരണം വരുത്തും. എസ്തേറിന് മുന്നിൽ ഒരു നിർണായക തീരുമാനം. നിശബ്ദമായി സുരക്ഷിതമായി തുടരണോ, ജീവൻ പണയപ്പെടുത്തി ജനങ്ങളെ രക്ഷിക്കണോ? എസ്തേറിന്റെ മറുപടി എസ്തേർ 4:16 പറയുന്നു, നിങ്ങളൊക്കെയും എൻ്റെ നിമിത്തം ഉപവസിക്കുവീൻ, ഞാനും എൻ്റെ സഹോദരികളും അങ്ങനെ ഉപവസിക്കും. ശേഷം നിയമവിരുദ്ധമായാലും ഞാൻ രാജാവിങ്കൽ ചെല്ലും, എങ്കിൽ ഞാൻ മരിച്ചു പോകട്ടെ. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ധൈര്യം ഭയമില്ലായ്മയല്ല, ഭയത്തിനിടയിലും ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനമാണ്. എസ്തേർ അജാഗ്രതയായി പ്രവർത്തിച്ചില്ല. അവൾ ദൈവത്തോടൊപ്പം ഉപവാസവും പ്രാർത്ഥനയും നടത്തിയ ശേഷം പ്രവർത്തിച്ചു. അവളുടെ ധൈര്യം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നുള്ള വിശ്വാസത്തിൽ ആധാരപ്പെട്ടു. എസ്തേറിന്റെ ധൈര്യം മൂലം രാജാവ് അവളോട് അനുകൂലമായി പെരുമാറി. ഹാമാന്റെ ദുഷ്ടത വെളിപ്പെട്ടു, യഹൂദർ രക്ഷപ്പെട്ടു. അസാധ്യമായതായി തോന്നിയ സാഹചര്യം ദൈവത്തിൽ വിശ്വസിച്ച ഒരു സ്ത്രീയുടെ ധൈര്യം കൊണ്ട് വിജയമായി. നമുക്ക് എസ്തേറിൽ നിന്ന് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? 1. ദൈവം നിന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ലക്ഷ്യത്തോടെ വെച്ചിരിക്കുന്നു. എസ്തേറിനെ രാജ്ഞിയായി വെച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതുപോലെ നീ ഇന്ന് ഉള്ള സ്ഥലത്തും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശ്യമുണ്ട്. 2. ധൈര്യത്തിന് വിശ്വാസം ആവശ്യമുണ്ട്. വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ അപകട സാധ്യതകൾ നിറഞ്ഞതായിരിക്കും. എസ്തേർ ഭയം ഉണ്ടായിരുന്നിട്ടും ദൈവം നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിച്ചു. 3. പ്രാർത്ഥനയും ഉപവാസവും ധൈര്യത്തിന് അടിസ്ഥാനം. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുക. അത് നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർക്കും. 4. നിന്റെ അനുസരണം പലരെയും ബാധിക്കും. എസ്തേറിന്റെ അനുസരണം ഒരു ജനതയെ രക്ഷിച്ചു. നിന്റെ ധൈര്യം എത്ര പേരെ ബാധിക്കുമെന്ന് നീ അറിയില്ല. എസ്തേറിനെ പോലെ നീയും വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഓർക്കുക, ദൈവം നിന്നെ കാണുന്നു. അവൻ്റെ ഒരു പദ്ധതിയുണ്ട്. അവൻ നിന്നെ ശക്തിപ്പെടുത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.